നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും തെരഞ്ഞെടുപ്പ് അങ്ങ് മുറുകി വരെയാണ്. ഇനി എത്ര ദിവസമുണ്ട്? ഇന്ന് തീയതി 15 അല്ലേ? എന്നാലും 26 തെരഞ്ഞെടുപ്പ്. അപ്പോൾ 24 വരെയല്ലേ പ്രചാരണമുള്ളൂ. അപ്പം ഫലത്തിൽ ഇനി 10 ദിവസം ഇല്ല എന്ന് പറയാം അല്ലേ? അങ്ങ് എത്തിപ്പോയി. പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് കേരളത്തിൽ. അദ്ദേഹം വീണ്ടും അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് റാലികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തർക്കങ്ങളും ഒക്കെ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ എന്താണ് ഈ IT മേഖലയിൽ, അതല്ലെങ്കിൽ ഇത്തരത്തിലെ സൈബർ രംഗത്ത് ഏറ്റവും പുതിയ പ്രവണതകളൊക്കെ ഇപ്പോഴാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആകാം അല്ലേ ഇത്? അതെ, പ്രയോജനങ്ങൾ പരമാവധി വരെ ഉപയോഗിക്കുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും നമുക്ക് ലാസ്റ്റ് തന്നെ അറിയാൻ പറ്റും. ഉടൻ തന്നെ അറിയാൻ പറ്റും. കാരണം ഇപ്പം എല്ലാം വിരൽത്തുമ്പിലാണല്ലോ. ഇപ്പം കാരണം എനിക്കൊന്ന് ഈ വെയിലത്തൊക്കെ ഇവരെ പോയി കഷ്ടപ്പെടുന്നതിനെക്കാട്ടും ഇപ്പോൾ മനസ്സിലേക്കാണ് ഒരു തണലത്തിരുന്ന ഒരു ഫോണും ഉണ്ടാക്കി സുഖമാണ് കാര്യങ്ങൾ. ഇപ്പോൾ പ്രചരണം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ഇപ്പോൾ കൂടുതൽ യുവാക്കളെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുറേ ഈ റീലുകളും ചില ഒരു മ്യൂസിക് വിട്ട് അവരൊരു പ്രസംഗം വിട്ട് ഭയങ്കര സംഭവം ക്ലീൻ. പണ്ടൊക്കെ ആണെങ്കിൽ രാവിലെ ഒരാളെ കൂട്ടി കസേരയിട്ട് മറ്റേ ടാർപ്പോളം കെട്ടി ഉച്ചഭാഷണിയിൽ ഇങ്ങനെ മുഴക്കണം. ഞങ്ങളുടെയൊക്കെ പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുകൊണ്ട് ഈ കണിയാപുരം രാമേന്ദ്രൻ്റെ ഒക്കെ പ്രസംഗമുണ്ട്. എന്ത് രസമാണ്. അതുപോലെ മണിക്കൂറോളം പ്രസംഗിക്കും. പീതാംബരക്കുറുപ്പ്, അങ്ങനെ ഒരുപാട് ഇവർ അന്ന് ദീർഘനേരം പ്രസംഗിക്കുന്ന ആളുകളെ നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രം വളരെ രസകരമാണ്. ശരിക്കും പറഞ്ഞാൽ സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കുന്ന ഒരു എഫക്റ്റാണ് ഇവരുടെയൊക്കെ പ്രസംഗത്തിന്. ഇന്ന് അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒന്നും പ്രസംഗിച്ചാലും നാളെ കിട്ടില്ല. സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ് ഏറ്റവും അതിനകത്ത് ഏറ്റവും ഒരു ആപ്റ്റായിട്ടൊരു വാക്കുണ്ട്, ഷോർട്സ്. അതാണ് എല്ലാ ആൾക്കാർക്കും ഷോർട്സ് ഒരു ക്യാപ്സ്യൂൾ നടക്കാനുണ്ട്. കാരണം ഇന്ന് ആൾക്കും സമയമില്ല. എല്ലാവർക്കും എല്ലാ ജോലി ഇപ്പം എല്ലാം ഒരു കൃത്യ ഒരു ഷെഡ്യൂളുണ്ട്. രാവിലെ ജോലിക്ക് പോയാലും വൈകുന്നേരം ജിമ്മിൽ പോക്ക്, അങ്ങനെ കുറെ എല്ലാവരുടെ മദ്യപാനമായിരിക്കും. അങ്ങനെ പല കാര്യത്തിലും ഒരു ചിട്ടയായി ഉണ്ട്. അതിനിടയിൽ ഇവർക്ക് അതിന്റെ കൂട്ടത്തിൽ എങ്ങനെ കാണാൻ പറ്റും, അവരുടെ സ്ഥലത്ത് നിന്ന് എങ്ങനെ കാണാൻ പറ്റും, അതാണ് ഈ ഷോർട്സിലൂടെ ഈ റീൽസിലൂടെയൊക്കെ അവർക്ക് കാണാൻ പറ്റും. അതിന്റെ പരമാവധി എനിക്ക് തോന്നുന്നു ഇപ്പം നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പ്രചരണ ആയുധമായിട്ട് അതിന് മാറ്റിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് പലരുടെയും പ്രശ്നം അവരിപ്പോഴും ഒട്ടും ഇത്തരം കാര്യങ്ങൾ മോഡേൺ ആയിട്ടില്ല എന്നുള്ളതാണ്. ചിലരുണ്ട്, ചിലർ അക്കാര്യത്തിൽ വളരെ വിദഗ്ധന്മാരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേർക്ക് ഇപ്പോഴും ഇതാണ് അവസ്ഥ. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയാണെങ്കിലും ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഒപ്പം നമ്മൾ പിന്നെ നമ്മുടെ മറുനാടൻ മലയാളിയുടെ നമ്മുടെ സർവേ ഫലം നമ്മൾ പുറത്തുവിട്ടുണ്ട്. ആദ്യം നമ്മൾ തെരമലബാറിലെ മണ്ഡലങ്ങളുടെ പുറത്തുവിട്ട് എല്ലാവരും കാണണം. അത് നമ്മുടെ സർവേ ഫലം ഇനിയുള്ള ദിവസങ്ങളിലും മറ്റുള്ള മണ്ഡലങ്ങളിലെ സർവേ ഫലം നമ്മൾ പുറത്തു വിടുന്നുണ്ട്. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെങ്കിൽ പോലും നമുക്ക് ഇന്നൊരു വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിച്ചിട്ടുള്ള പശ്ചിമേഷ്യ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ള ആ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം. യുദ്ധസമാനം തന്നെ യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം കൊണ്ട് യുദ്ധം തീർന്നു. എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? പൊതുവെ തീർന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു യുദ്ധം വരാൻ പോകുമ്പോഴും നമ്മൾ പേടിക്കേണ്ടത് ലോകത്തെ തന്നെ അത് മാറ്റിമറിക്കാൻ ശേഷിയാണ്. കാരണം ഈ രണ്ടുപേരും തമ്മിൽ നല്ല ചില്ലറക്കാരല്ല. അപ്പൊ ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും വലിയ ആൾക്കാർ രണ്ടും ശക്തരാണ്. അപ്പോൾ അവർ തമ്മിൽ, കാരണം ഇന്ത്യയെ തന്നെ നമ്മൾ നേരിട്ട് ബാധിക്കുന്നു. അവരെല്ലാവരും ഉണ്ട്. ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് എനിക്കറിയാം. നമുക്ക് തോന്നുന്നു ഇറാൻ അടക്കം, ഇറാൻ നമ്മൾ ഇപ്പം ഇറാനായാലും ഇസ്രായേൽ ആയാലും ഇന്ത്യക്ക് സൗഹൃദപരമാണ്, ഒരുപോലെയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരിൽ എന്ത് ബാധിച്ചാലും അത് നേരിട്ട് ബാധിക്കുമ്പോൾ ഇന്ത്യയും കൂടെ ബാധിക്കാം. ഇറാനിൽ നിന്നാണ് ഒരു ഏറ്റവും ഇന്ധനം ഇസ്രായേലെ നമുക്ക് പ്രതിരോധ ആഭ്യന്തരം എല്ലാം നമുക്ക് സഹായങ്ങളുണ്ട്. അത്രയും മാത്രമല്ല ഇപ്പോഴും നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇസ്രായേലിലേക്കാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ഇന്ത്യയെ നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ചർച്ച ചെയ്തതുകൊണ്ട് നമ്മൾ എന്താണത് നേട്ടം ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ബാധിച്ചല്ലോ. ചരക്ക് കപ്പല് അവര് ഇറാൻ അവര് ബന്ദികളാക്കി. അതിൽ 17 പേര് ഇന്ത്യക്കാരാണ്. അത് 4-5 മലയാളം, ഒരു പെൺകുട്ടിയുടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 4 പുരുഷന്മാർ പറയണം ആദ്യം പുറത്ത് വന്നത്, ഒരു വനിതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഇത്രയും നാൾ ഇറാൻ നടത്തിയിരുന്നത് നമുക്കാണെങ്കിൽ പ്രോക്സി വാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തി മുതർ, ഹമാസ് ഇവരെയൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ്. ഇത് നേരെ ഇറാൻ നേരിട്ട് ഇറങ്ങിയതാണ് ഈ കളത്തിലേക്ക്. അതെ, നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം നേരത്തെ തന്നെ ഇപ്പൊ പല രീതിയിൽ നമ്മൾ വലിയ യുദ്ധങ്ങളല്ലായിരുന്നു. ചെറിയ രീതിയിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇത്രയും രീതിയിൽ ഇപ്പൊ വലിയ രീതിയിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായിട്ട് വരികയാണ്. കാരണം നമുക്കറിയാം ഇസ്രായേലും ഈ ഒരു എന്താ പറയാനാണ്, ഒന്ന് തൊട്ടാൽ അവർ തിരിച്ച് 10 അടിക്കുന്ന രീതിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാനെ അത്ര പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പം ഗാസയിൽ നടത്തിയ പോലെ അല്ലെങ്കിൽ ഹമാസിനെതിരെ നടത്തിയ പോരാട്ടം പോലെ ഇറാനെ അങ്ങനെ പറ്റുമോ, അതാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇറാൻ നമുക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ചിലപ്പോൾ സൈനിക ശക്തി അല്ലെങ്കിൽ ഇതുകൊണ്ട് ശക്തരാണെങ്കിലും ആൾബലം കൊണ്ടും എല്ലാം കൊണ്ടും ഇറാനും ഒട്ടും പിന്നിലല്ല. ഏകദേശം
5.5 ലക്ഷത്തോളം സൈനികരാണ് ഇറാന്റെ പക്കലുള്ളത്. മറുപക്ഷത്ത് ഇസ്രായേലിനാകട്ടെ 1,70,000-ഓളം പേരേ ഉള്ളൂ. റിസർവ് ബറ്റാലിയനിൽ ഒരു വശത്ത് ഇസ്രായേലിന് 5 ലക്ഷം പേരുണ്ടെങ്കിലും മറ്റിടത്ത് 3.5 ലക്ഷം പേര് അധികമുണ്ട്. അങ്ങനെ പല രീതിയിലും ഇവർ തമ്മിലിപ്പോ യുദ്ധം വരുമ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. യുദ്ധം ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് പല രാജ്യങ്ങളും രണ്ട് ഭാഗത്തും ചേരും. അത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ അപ്പോഴേ നിർത്തിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചല്ലോ. അവർ 300-ലധികമാണ് ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ എല്ലാവരും അയച്ചു. പക്ഷേ ഇതെല്ലാം തടയാൻ അവർക്ക് കഴിഞ്ഞു ഇസ്രായേലിന്. അത് അവരുടെ ഈ സൈബർ മേഖലയിലെ കഴിവുകൊണ്ട് തന്നെയാണ്. കാരണം അവർ കൃത്യമായിട്ട് അവർക്ക് അത് സൈബർ മേഖലയിൽ ഇതെല്ലാം വഴിയെറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം അന്ന് ഒക്ടോബർ 7-ന് ഈ ഹമാസ് തീവ്രവാദികൾ അതിക്രമിച്ച് കയറിയത് കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ, അത് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ നഷ്ടം അവർ ഇതിൽ തീർത്തു. അതുകൊണ്ട് തന്നെ ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചപ്പോൾ പോലും ഒരു പെൺകുട്ടിക്ക് പരുക്ക് പറ്റിയതല്ലാതെ വേറെ അങ്ങനെ ഗുരുതരമായ സംഭവങ്ങളോ ആൾനാശമോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാൻ ആക്രമിച്ചപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇസ്രായേൽ ഈയിടെ അമേരിക്കയിലും സ്വന്തമാക്കിയ F-35 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അവിടെ വ്യോമത്താവളം, അത് ആക്രമിക്കാൻ തന്നെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നടന്നിരുന്നെങ്കിൽ ഈ F-35 എന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും ആധുനിക യുദ്ധവിമാനമാണ്. അത് ഇസ്രായേലിൻ്റെ കൈവശം ഉണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ പല നേരത്ത് പലത് പറയുന്നുണ്ട്. എങ്കിൽ പോലും അമേരിക്കയുടെ അവർ പ്രതിരോധ വകുപ്പ് എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ ഒന്നുണ്ട്. പിന്നെ മറ്റ് ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ശരിക്കും ഇസ്രായേലിന് ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ അവർ ഗാസയിൽ നടത്തുന്ന ആക്രമണമായി ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും യോജിക്കാൻ കഴിയില്ല. അവർ പല കാര്യങ്ങളും വിയോജിപ്പൊക്കെ പ്രകടിപ്പിച്ചാൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ജോ ബൈഡനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന് പ്രായാധിക്യവും ആകെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം പല നേരത്തും അദ്ദേഹം പല കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നെതന്യാഹുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ മോശമായി. കാരണം നെതന്യാഹുവിനെ വിളിച്ച വളരെ സഭ്യമല്ലാത്ത പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഒരിക്കലും ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരാളുടെ പറയേണ്ടത്. അപ്പോൾ പ്രായാധിക്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇത് വേണമെങ്കിൽ ട്രംപിന് മുതലെടുക്കാം. ട്രംപിനായിരിക്കും ഇത് ആത്യന്തികമായി പ്രയോജനപ്പെടുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് ഇതിനകത്ത് അമേരിക്കയെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു നെടുന്തൂണാണ്. ഇപ്പൊ ലോകം മൊത്തം എടുക്കുമ്പോൾ അമേരിക്ക എപ്പോഴും സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ലോക പോലീസ് എന്ന് പറയാം. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം, അമേരിക്ക എങ്ങനെ ഈ ഒരു ഇതിനകത്ത് വന്നു. ഇപ്പൊ നമുക്കറിയാം ഗാസ യുദ്ധത്തിനകത്ത് തന്നെ അവരുമായിട്ടുള്ള, കാരണം ഗാസ എനിക്കൊന്ന് ലോകം മൊത്തം ഒറ്റപ്പെടുത്തിയതാണ് ഇസ്രായേലിന്. അപ്പം അമേരിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന അമേരിക്ക തന്നെ ഇങ്ങനെ കൈയച്ച് സഹായിച്ചാൽ, ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഗാസയിൽ ഇനിയും മരണങ്ങൾ ഉയരും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെടുത്ത തീരുമാനം കറക്റ്റാണ്. കാരണം അവര് അത് തന്നെ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യം നെതന്യാഹു എടുത്തതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് അമേരിക്കയെ ഉൾപ്പെടുത്താൻ നോക്കി. കാരണം അമേരിക്ക ഇല്ലാതെ അവർക്ക് ഒരിക്കലും ഇറാനെ നേരിടാൻ പറ്റില്ല. മാത്രമല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധവൈരി അവർ പരമാവധി ഉപയോഗിക്കാൻ നോക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവർ അറിയിക്കാതെ നേരത്തെ ഡമാസ്കസിലെ ആ ഒരു സൈനിക ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ആക്രമണം നടത്തിയതും അവിടേക്ക് അമേരിക്ക പറയാതെ തന്നെ വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണ്. അപ്പൊ തിരിച്ചടിക്കുമെന്ന് അറിയാം, ഇറാൻ തിരിച്ചടിക്കും സ്വാഭാവികമായിട്ട്. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ കൃത്യമായിട്ട് തിരിച്ചടിക്കും. ആ അവസരം ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തുകൊണ്ട് ഇടപെട്ടില്ല അമേരിക്ക. അപ്പം ഇറങ്ങിയേ പറ്റൂ. സ്വാഭാവികമായിട്ടും വലിച്ചിടുകയാണ് ഇവിടെ. അതാണ് വേറൊരു കാര്യം. അതുകൂടെയാണ് ഇവിടെ അതാണ് നെതന്യാഹു എന്ന് പറയുമ്പോൾ ഒരു കാലന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൂടെ ഉണ്ട്. മാത്രമല്ല ഇതിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം ഇറാൻ പ്രോക്സി യുദ്ധം നടത്തിയായിരുന്നു ഇവരെല്ലാം ഉപയോഗിച്ച്. ഈ ഹൂതി യഹൂദർ ആരാണ്? ഇതെല്ലാം ഇറാൻ്റെ സൃഷ്ടിയാണ്. ഹൂതി യഹൂദർക്ക് ആയുധം കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത് എല്ലാം ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് അവർ യമൻ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും. അതുപോലെ ഹിസ്ബുള്ള തീവ്രവാദികൾ, അവർ സിറിയയിലും ലെബനനിലും ഒക്കെ ഇരുന്നുകൊണ്ട് അവരിങ്ങോട്ട് ആക്രമിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇരട്ടി പണിയാണ്. ഇവരെല്ലാവരും നേരിടണം. ഇപ്പോൾ ഹൂതി യഹൂദർ പ്രധാനമായും നേരിടുന്ന അമേരിക്കയാണ്. ചെങ്കടലിൽ ഈ ഹൂതി യഹൂദർ ഇത്തരം ആക്രമണങ്ങൾ കപ്പൽ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ നാവികസേനയുടെ ഏറ്റവും വലിയ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന അവരുടെ പഴയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയ പടക്കപ്പലുണ്ട്. ആ പടക്കപ്പൽ വരെ അവർ ചെങ്കടലിൽ വിന്യസിച്ചു. കാരണം ഇവർ ശല്യം രൂക്ഷമായപ്പോൾ ഹിസ്ബുള്ള ആക്രമിക്കുന്നു. അതുപോലെ പിന്നെ ഹമാസ്. അപ്പോൾ ഹമാസ് ഒക്ടോബർ 7-ന് ഇസ്രായേൽ അതിക്രമിച്ച് കടന്നതോടുകൂടിയാണ് ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ ഹമാസിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ശരിക്കും ഇസ്രായേലിനെ ഏതാണ്ട് ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമ്പോഴത്തെ ഒരു പരിപാടിയാണ്. ഇസ്രായേലിന് ഇവിടെ ആകെ എനിക്ക് തോന്നുന്നു നേരിട്ട് അവർ അമേരിക്കയുടെ ഒരു പിന്തുണയും കൂടെ പ്രതീക്ഷിച്ചാണ് അവരിങ്ങനെ നേരിട്ട് ഇറങ്ങുന്നത്. മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്ത്യ എത്രത്തോളം ഇടപെടും നമുക്ക്
പറയാൻ പറ്റില്ല. ചെറിയ രാജ്യമാണ് നമ്മൾ. മാത്രമല്ല നമുക്കറിയാം, നമുക്ക് ഇറാനായാലും വേണ്ടപ്പെട്ടവരാണ്. മാത്രമല്ല ഈ കയ്യേശി, കാരണം നെതന്യാഹുവിന്റെ ഒരു പിടിവാശല്ല, ഈ ഇസ്രായേലിന് വേണ്ടി ഒരു പിടിവാശിക്ക് പേരിൽ എല്ലാവരും കൂടെ അങ്ങ് ചേരുമെന്നും തോന്നില്ല. കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടാവുകയും ചെയ്യും. മാത്രമല്ല നമുക്കറിയാം ഇവിടെ തന്നെ സൈനിക താവളങ്ങൾ പോലും അടച്ചു. ഇപ്പം അമേരിക്കയ്ക്ക് പോലും വഴിയില്ലാത്ത അവസ്ഥയാണ്. അവർ വലിയ രീതിയിൽ അവർ വിന്യസിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അവരെല്ലാം ബാധിക്കുന്ന വിഷയം, ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടും എന്നുള്ളൊരു പേടി ബൈഡനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, ഇറാൻ ഒറ്റ ആക്രമണം നടത്തിയിട്ട് അങ്ങ് അവസാനിപ്പിച്ചു. അവരത് പറയുകയും ചെയ്തല്ലോ, ഇതോടെ തീർന്നു പറഞ്ഞു. അവർ പറഞ്ഞു അവരുടെ രീതി, കാരണം ഒന്ന് അറിയിക്കുക, ഒന്ന് ഒരു മറുപടി കൊടുക്കുക വേണ്ടിയുള്ളൂ. അവർക്ക് ഇങ്ങനെയൊക്കെ അവർ ഉണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ലക്ഷ്യം. പക്ഷേ ഇവിടെ നമുക്ക് തീർന്നെന്ന് കരുതാൻ പറ്റില്ല. നമുക്കറിയാം നെതന്യാഹു എങ്ങനെയാണ് നമുക്ക്, കാരണം ഈ ഒരു ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം അവർ 4 ദിവസം കഴിഞ്ഞില്ല, അപ്പം തന്നെ തിരിച്ചു തുടങ്ങി. നമ്മൾ അതിന്റെ ഫലത്തെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നില്ല. 6 മാസം കഴിഞ്ഞിട്ട് ഈ തീവ്രവാദ സംഘടനയെ പോലെ നേടാൻ കഴിയാത്തതിന്റെ പ്രധാന രഹസ്യങ്ങളിലൊന്ന് ഇറാനെ പോലുള്ള രാജ്യങ്ങൾ അവർ നല്ല സഹായമാണ്. മറ്റു പല രാജ്യങ്ങളും, സമ്പന്ന രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയുധം കൊണ്ടും പണം കൊണ്ടും എല്ലാം അവരെ ഇഷ്ടംപോലെ ആയുധശേഷി എല്ലാം, സമ്പന്ന ശേഷി എല്ലാം ഉണ്ട്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ അവരതിനൊക്കെ ഇതൊക്കെ ചെയ്യാൻ അവർക്ക് ധൈര്യം നൽകുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലുള്ള രാജ്യം നമുക്കറിയാം, പ്രതിരോധ മേഖലയിൽ മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ CIA വലിയ ഒരു ചാരസംഘടന അവർക്ക് സ്വന്തമായിട്ടുള്ളത്. പക്ഷേ അവർക്ക് പോലും ഒക്ടോബർ 7 ആക്രമണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടും കൂടെ തന്നെ ആയിരിക്കാം അവർ ഇത്തവണ വളരെ മുൻകരുതലോടുകൂടി ഈ രംഗത്ത് ഇറങ്ങിയത്. മാത്രമല്ല അവർ പറഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് കൂടെ ചിന്തിക്കണം. അതായത് ഇറാൻ കറക്റ്റായിട്ട് പറഞ്ഞു, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയിരിക്കുമെന്ന് പറഞ്ഞ് അവർ കറക്റ്റായിട്ട് നടത്തുകയും ചെയ്തു. അപ്പം പക്ഷേ വിചാരിച്ച രീതിയിലുള്ള വലിയൊരു ഇമ്പാക്ട് ഉണ്ടായില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ മടയേക്കറി അടിക്കാൻ പറ്റിയെന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു നേട്ടമാണ്. പക്ഷേ ഇതിനെങ്ങനെയാണ് ഇനി നെതന്യാഹു നേരിടാൻ പോകുന്നത്, അതാണ് നമ്മളെ ഏറ്റവും പേടിപ്പിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇപ്പോൾ ഇനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോകത്തെ ഒട്ടാകെ ബാധിക്കും. അത് കാരണം ഏറ്റവും വലിയ 2 ശക്തികൾ തമ്മിൽ പോരടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള നമ്മൾ ഇതുവരെ കേൾക്കാത്തയും കാണാത്തയും ആയുധങ്ങളും തമ്മിലുള്ള ഒരു മാറ്റങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയും വലിയ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ലോകത്തെ ഒട്ടാകെ അത് ബാധിക്കും. നമ്മളെ വാർത്ത കൊടുക്കാറുണ്ട്, ഗാസയിലെ കാര്യം തന്നെ നമുക്കറിയാം. അവിടെ ആശുപത്രികൾ വരെ അൽഷിഫ ആശുപത്രി അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അവിടെ വരെ ഇവർ ഈ ഭീകരത്താവളമാക്കിയിരുന്നു. പിന്നെ ഗാസയിൽ എവിടെയൊക്കെ ഭൂഗർഭ തുരങ്കം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും ഇസ്രായേലിന് ആർക്കൊരു പിടിയില്ല. നെതന്യാഹു പറഞ്ഞത് കൃത്യം ഒരു 6 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇത് നശിപ്പിക്കും, അല്ലെങ്കിൽ ടണലുകൾ നശിപ്പിക്കുമെന്നാണ് പറയാം. പക്ഷേ അത്രയും കിടക്കണത് നമുക്ക് കണ്ണെത്താ ദൂരത്തോളം കിടക്കുകയാണ്. നമ്മളതിന്റെ ദൃശ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ നമ്മൾ കാണുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുകയാണ്, അല്ലെങ്കിൽ എത്ര സമയം എടുത്താണ് ഇവർ ഇത്രയും ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനേ. നമ്മൾ സാധാരണ വീട് വയ്ക്കാൻ പോലും എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ചു, എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അവിടെ വ്യാപാരം കൂടി നടക്കാൻ വേണ്ടി കൃത്യമായിട്ട് അതിന് വേണ്ടിയാണ് അത് നടത്തിയിരുന്നത്. കാരണം നികുതി പിരിവൊക്കെ വലിയ രീതിയിൽ ഇതിലൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർ അത്രയും പൈസ കൂടെ കിട്ടും എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല നമുക്കറിയാം ഈ ഹമാസിന്റെ തലവനൊക്കെ തന്നെ യഹിയൊക്കെ പോലുള്ളവർ, ഹനിയെ പോലുള്ളവരൊക്കെ ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഒരു ബിസിനസിന്റെ കൂടെ, കാരണം അത്രയും രീതിയിലാണ് അവർക്ക് കോടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇതിന്റെ ഈ നികുതി ചുമത്തിയും അല്ലാണ്ട് പിഴ ഈടാക്കിയും ഇതുവഴി പോകുന്ന സഞ്ചാരം, അതിനൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചാണ് ഇവരൊക്കെ ഇത്രയും വലിയ ഹമാസ് വലിയ സംഘടന. മാത്രമല്ല തീവ്രവാദവും എല്ലാം തന്നെ, ആയുധ കണക്ക് എല്ലാം തന്നെ ഇതിനകത്തോടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഹമാസിന്റെ ടണലെന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനം തന്നെയാണത്. അത് തകർക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന് ചിലപ്പോൾ ഒരു ഒറ്റ വർഷം മൊത്തം കുത്തിയിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചതെന്നാണ് ചിലപ്പം ഗാസയിൽ ഏറ്റവും വലിയ ഹമാസിനെ അതോ യാഹിയ സിൻവറാണ്. അയാളെ ഇനി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ കുറിച്ച് പറയുന്നത് ഖാൻ യുനീസിലെ എന്താണ് കശാപ്പുകാരൻ എന്നാണ് ഇസ്രായേൽ തന്നെ വിശേഷിപ്പിക്കുന്നത്. അത്രയും ഈ ആളുകളെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഈ യാഹിയ സിൻവർ. അയാളെ ഇനി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് വേറെ പ്രത്യേകത ഉള്ളത്, ഈ യാഹിയ സിൻവറിനെ എല്ലാവരും കണ്ടിട്ട്, കാരണം നമ്മൾ സ്ഥിരം കാണാം, മാധ്യമങ്ങൾക്ക് മുന്നേ അയാൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അയാളെ കണ്ടാൽ നമുക്കറിയാം. പക്ഷേ മറ്റു പല നേതാക്കന്മാരെ കുറിച്ച് അവരെ മോഹം കണ്ടിരിക്കുന്നു ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പിടിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തിരച്ചിൽ നടത്തി ഇയാളെ പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എവിടെയെന്നുള്ളതാണ് ചോദ്യം. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അവിടെ കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഹനിയെ പോലും എനിക്കൊന്ന് മലപ്പുറത്ത് വരെ ഒരു പരിപാടിയിൽ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം വരെ ഉണ്ടായി ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പേ തന്നെ, ഈ വലിയ രീതിയിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പേ തന്നെ. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, അവർക്കൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി. കാരണം ഇത്രയും ഫോഴ്സിനെയൊക്കെ മറികടന്നവർ വരുന്നെങ്കിൽ അവർക്ക് അത്രയും വലിയ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അവർ ഇത്രയും ശക്തരാണ്, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. ഹനിയൊക്കെ പോലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഇവർ പലരും കഴിയുന്നത് ഗാസയിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അവർ ഖത്തറിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെബനൊക്കെ സുരക്ഷിതമായ സ്ഥലത്ത് ഇരിക്കുകയും വൻതോതിൽ ബിസിനസ് നടത്തി അവരുടെ മക്കൾ വിദേശത്തൊക്കെ പോയി പഠിച്ച് വളരെ ഉയർന്ന നിലയിൽ ജീവിക്കുകയും ചെയ്യും. പക്ഷേ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ജയിച്ചേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഹമാസിനെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ കുറേ സാധാരണക്കാരായ മനുഷ്യർക്ക് അതിൻ്റെ ദുരിതം നേരിടേണ്ടി വരും. പട്ടണിയും കൊലപാതകവും ഒക്കെ വെടിവെപ്പൊക്കെ നടക്കേണ്ടി വരും. അവിടെ അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് മനുഷ്യത്വം ഇല്ലാന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. കാരണം ഇത്ര നേതാക്കളെ, കാരണം സ്വന്തം
മകളും അല്ലെങ്കിൽ മക്കളും മരുമക്കളും ഒക്കെ അവരുടെ ചിത്രം അടക്കം കാണിച്ചാണ് ഇവർ വിലപേശുന്നത്. ആലോചിച്ച് നോക്കുക. എന്നിട്ടും അവർ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. കാരണം ഒരു അച്ഛനാണെങ്കിൽ ഏറ്റവും വലിയൊരു ദുഃഖം അനുഭവിക്കുന്ന സ്വന്തം മക്കൾ മരിക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ദുഃഖം. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല അയാൾക്ക്. അതായത് അദ്ദേഹത്തിന് ഹമാസ് ജയിക്കണം, അല്ലെങ്കിൽ അതുവഴി കോടികൾ സമ്പാദിക്കണം, സംഘടനയെ പരിപോഷിപ്പിക്കണം, സ്വന്തം ജ്ഞാനം വളരണം, ആ രീതിയിലാണ് ഇത് കാണുന്നത്. ഇതൊക്കെ എന്ത് മനുഷ്യത്വമാണ്. കാരണം നമ്മളെ ഇഷ്ടങ്ങളും സ്വന്തം ബന്ധങ്ങളും ഒക്കെ വിട്ടിറങ്ങിയിട്ടാണ് ഈ പൈസയ്ക്ക് വേണ്ടി കിടന്ന് അലയുന്നത്. അത് എത്രത്തോളം ഒരു ദയനീയമായൊരു അവസ്ഥ. അത് പറയാൻ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ നമ്മൾ ആദ്യം പരാമർശക്കാർ കപ്പൽ കെട്ടിക്കൊണ്ടുപോയ വിഷയമുണ്ട്. ഇപ്പോൾ 17 ഇന്ത്യക്കാർ അതിലുണ്ട്. നമ്മൾ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രി വിളിച്ച് സംസാരിക്കുകയും അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ കാണാൻ, ഈ കപ്പലുള്ള ഇന്ത്യക്കാരെ കാണാനൊക്കെ ഉള്ള അവസരം അവർ ഒരുക്കുന്നു എന്നാണ് കേട്ടത്. ഒരുപക്ഷേ ഇന്ത്യക്കാർ ചിലപ്പോൾ വിട്ടയക്കുമായിരിക്കാം. കാരണം ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം എന്നുള്ള നിലയിൽ അവരത് ഒരുപക്ഷെ അങ്ങനെ വിടുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത് നരേന്ദ്രമോദിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം സങ്കീർണമായൊരു സാഹചര്യത്തിൽ മാത്രമല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എല്ലാ ലോക നേതാക്കന്മാരുമായി വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് വളരെ ഈ ഔപചാരിക ബന്ധമല്ല, എല്ലാവരും വളരെ പേഴ്സണലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ തന്നെ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യ ഇടപെട്ടപ്പോഴുണ്ടല്ലോ ഇറാൻ പെട്ടെന്ന് അനുസരിച്ചു നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ ഇന്നൊരു ആഗോള ശക്തിയാണെന്നുള്ള കാര്യം ഇറാനും അറിയാം. അവരും തമ്മിലുള്ള വ്യാപാരം നമ്മൾ പണ്ട് മുതലേ, അത് പുരാതന കാലം മുതലേ ഇന്ത്യ ഇറാനും തമ്മിൽ ഒരുപാട് ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉള്ളതാണ്. അന്നേ വാണിജ്യ ബന്ധങ്ങളൊക്കെ ഉള്ള നമ്മൾ മാത്രം ഇവിടുത്തെ ഈ പാഴ്സികളെന്നൊക്കെ പറഞ്ഞ സമൂഹപ്പെട്ട അവരെല്ലാം ഇറാനിൽ നിന്ന് വന്നവരാണ്. എന്നിട്ട് നമ്മുടെ ഭക്ഷണ രീതി പോലെ ഇപ്പോൾ ഇറാനിയൻ ഭക്ഷണം പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമാകുന്നൊരു സാധനം. അപ്പോൾ അവരൊക്കെ അറിയാതെ. മാത്രമല്ല അന്ന് 70കളിൽ അവിടുത്തെ 78-79 ഇറാനിലെ ഷായ്ക്കെതിരെ, ഇതിൻ്റെ മുഴുവൻ പേര് ഞാൻ മറന്നു, റൈസ പഹലവി സംതിങ് അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇറാൻ ഷായ്ക്കെതിരെ വലിയൊരു വിപ്ലവം നടക്കുകയും അന്ന് അയത്തുള്ള ഖൊമേനി, പഴയ അവരുടെ നേതാവ്, അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്ന് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഷായ്ക്ക് നാടോട്ട് പോകേണ്ടിയിരുന്നു. അവിടെ അദ്ദേഹം ഇറാൻ വിട്ടുപോയി. ആ സമയത്തൊക്കെ തന്നെ ഇന്ത്യ ഒരു ചേരിയേറെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വളരെ കൃത്യമായിട്ട് അത് ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ആഗോള സുരക്ഷ എന്ന വിഷയം വരുമ്പോൾ അതിൽ ഇറാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കുക എന്ന് പറയുന്നത് അതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല കാര്യമല്ല. അത് ഇവിടെ നിലനിൽപ്പാണ് അവർ നോക്കുന്നത്. കാരണം എങ്ങനെ അവർ ഈ സമയത്ത് നോക്കുന്നത് അവരെങ്ങനെയാണ്. കാരണം ആരൊക്കെ ഉണ്ടാവും സമയത്ത്, ദുരിത സമയത്ത് ആരൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവും, അതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇടപെടാത്തതിന് അവർക്ക് കുറ്റമൊന്നും കാണില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയും ഇസ്രായേലും അതുപോലെ ഇസ്രായേലിനെയും നോക്കേണ്ടതാണ്. അവർക്ക് അതൊക്കെയാണ് അവരുടെ ഒരു മെച്യൂരിറ്റി നമ്മൾ പറയുന്നത്, ചിന്തിക്കേണ്ട ഒരു കഴിവിനെ കുറിച്ച് പറയേണ്ടത്. ഇവിടെ ഇപ്പം ഇനിയിപ്പം നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ അവിടെ മൗനം പാലിച്ചാൽ മതിയാവും. കാരണം രണ്ട് കൂട്ടരും തമ്മിൽ തല്ലുകയും അതിനകത്ത് നമുക്ക് അതെ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു ആരെങ്കിലും നമ്മൾ പിന്നെ ഇന്ന വിഭാഗത്തിലാണെന്ന് പറയാമില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ രണ്ട് ശാക്തിക ചേരുണ്ട്, അമേരിക്കയുടെ ചേരി, റഷ്യൻ ചേരി. അപ്പം നമ്മൾ ചേരിയേര നയമൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊരു പരിധിവരെ നമ്മൾ റഷ്യക്കൊപ്പം തന്നെയായിരുന്നു. നമുക്ക് കഷ്ടാലം വന്നപ്പോഴൊക്കെ റഷ്യ നമ്മൾ അന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ താണ നിലയിലായിരുന്നു. ഇപ്പം നമ്മൾ ഒരു പ്രധാനികളായി മാറി, ഇപ്പം നമ്മൾ വലിയ ആഢ്യന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡുണ്ട്. ഇന്ന് ലോകത്ത് എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും അതിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് എല്ലാവരും നോക്കാറുണ്ട്. പണ്ടെല്ലാവരും അമേരിക്ക, റഷ്യ, അങ്ങനെ ചൈനയൊക്കെ നോക്കുള്ളൂ. ഇന്ന് ഇന്ത്യ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷേ ഇന്ത്യക്കാരെ വിട്ടു തരണം എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മോചിപ്പിക്കണം എന്നുള്ള ഇന്ത്യയുടെ നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ ആവശ്യം അവർ വളരെ അനുഭവപൂർവ്വം പരിഗണിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. അത് വലിയൊരു മാറ്റമാണ്. കാരണം എപ്പോഴും ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇത്തരം തട്ടിക്കൊണ്ട് പോകൽ നടക്കുമ്പോൾ, കപ്പൽ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ പോലും അതിലെ വ്യക്തികളാണ് അതിൻ്റെ പ്രധാനം. അവർക്കൊരു ദോഷം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പാലിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് ചെന്നെത്തും. പലപ്പോഴും ഈ തട്ടിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാറുണ്ട്. ഓരോ വ്യക്തികളുടെ തലേനെ വിലയിട്ടേക്കുന്ന ഒരു രാജ്യത്തിന്റെ പേര് വെച്ചാണ്. അപ്പോൾ അത് തന്നെ ഒരാൾക്ക് എന്തിനും പറ്റി ആ രാജ്യത്തിനെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ് ഇത്. ഇപ്പൊ ഒരാളുടെ ആ ഒരു കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ചെറു പോറൽ പറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം നട്ട് 140 കോടി പേരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അത്രയും പേരെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കിട്ടുന്നത് ചിലപ്പോൾ അവർക്ക് തന്നെ അവർക്ക് ആപത്ത് വരാതെ നോക്കേണ്ടത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പം ഇറങ്ങിത്തിരിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ ഇസ്രായേലിനോട് പോകാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും മറ്റ് സഖ്യകക്ഷിയും കൂടെ എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും
പോകുന്നത്. കാരണം വ്യാപാര ബന്ധം നശിക്കും, അതുപോലെ തന്നെ സൈനിക ശക്തിയൊക്കെ വർദ്ധിക്കും. നമുക്കറിയാം ഇന്ത്യ ലോകത്തെ തന്നെ ആദ്യ 5 സ്ഥാനങ്ങളിൽ കരമാർഗം കൊണ്ട് എല്ലാം കൊണ്ട് സൈനിക ശക്തിയിൽ അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പിണക്കാൻ ഇവർ ആഗ്രഹിക്കില്ല. അതാണ് മറ്റൊരു കാര്യം. അല്ല, നമ്മുടെ ഇന്ത്യയുടെ ഒരു ശക്തി നമ്മളിപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ വളരെ ശക്തമായ രാജ്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ ഇറാൻ ഒറ്റ ദിവസം ഇത് നടത്തിയിട്ട് പിന്മാറിയതും ഒരുപക്ഷെ ഇത് അങ്ങോട്ട് തുടർന്നാൽ അപകടമാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കാം. കാരണം വളരെ നേരത്തെ ഒരു പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേലിന് മുൻകൂട്ടി തയ്യാറെടുക്കാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു ജീവൻ പോലും അപഹരിക്കാൻ പാടില്ല എന്ന ഒരു കൃത്യമായിട്ടൊരു നിർദ്ദേശം അവർക്ക് കിട്ടിക്കാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഇസ്രായേലിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് തോന്നുന്നു യുദ്ധം മൊത്തത്തിൽ നിയമങ്ങൾ മാറുകയാണ്. കാരണം ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സമാധാന ചർച്ചകൾക്കൊന്നും പിന്നെ അവിടെ ഒരു പ്രസക്തിയില്ല. ആർക്ക് തിരിച്ചടി കൊടുക്കും. കാരണം മാത്രമല്ല ഇസ്രായേലിലെ ഏതാനും പേർ മരിച്ചാണ് ഇപ്പോൾ ഇവിടെ തന്നെ ലക്ഷക്കണക്കിന് ഗാസയിൽ എത്രയും പേര് ദുരിതം അനുഭവിക്കുന്നത്, എത്രയോ 10,000 മരിക്കാൻ കാരണമായതും ഇസ്രായേലിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നു. ഇറാൻ അതിൽ വിജയിച്ചു ഇപ്പം നടത്തിയ ഇതിൽ. കാരണം ലോകത്തിന് മുൻപിൽ തങ്ങൾ ചേർന്നല്ലാന്നൊരു മറുപടി കൊടുക്കണം, അതുപോലെ തന്നെ ഇസ്രായേലിനെ പേടിപ്പിക്കണം, മാത്രമല്ല തിരിച്ചടിക്കാനും പാടില്ല. അങ്ങനെ രീതിയിൽ അവർ വിചാരിച്ച കണക്കുന്നത്. പക്ഷേ ഇതിൽ ഇനി പ്രധാനപ്പെട്ടതായി നമ്മൾ ചിന്തിക്കേണ്ടത് നെതന്യാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും മൊസാദിന്റെ എല്ലാം നിലപാട് എങ്ങനെയായിരിക്കും, തിരിച്ചടി എങ്ങനെയായിരിക്കും. അമേരിക്കയുടെ നിലപാട് അമേരിക്ക നമുക്ക് ഏകദേശം പറയാം, എന്നാലും ഇവരെല്ലാവരും കൂടെ ഇനി തിരിച്ചടിക്കുമോ അതാണ് ഇപ്പൊ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു സംഭവം. അല്ല, നമുക്ക് തന്നെ അറിയാം ഇപ്പം പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരെല്ലാം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ ഗാസ വിഷയത്തിൽ അവരെല്ലാം ഇസ്രായേലിനെതിരായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അവരെല്ലാം ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ മനസ്സിലായി കാണും ഒരു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയി. എല്ലാവരും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, മാത്രമല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിസ്ബുള്ളയും ഹൂത്തിയുമതരെയും ഹമാസിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ തീവ്രവാദ സംഘടനകൾ ലോകത്ത് വരുത്തി വയ്ക്കുന്ന ബനാകളുടെ എല്ലാം ആത്യന്തികമായ ഉത്തരവാദിത്വം ഇറാൻ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ പ്രോക്സി വാർ നടത്തിയിരിക്കുന്നതായിരിക്കും അവർ സേഫ്. അതല്ലാതെ അവർ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ സംഗതി അപകടമാകും എന്നുള്ള കാര്യം ഇറാന് മനസ്സിലായിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധങ്ങൾക്ക് അവർക്ക് പരമാവധി പറ്റുകയുള്ളൂ. കാരണം ഇതൊരു ലോകയുദ്ധമായിട്ട് മാറാം. കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു വലിയ ഒരു ശക്തിക്കെതിരെയാണ് അവർ പോരാടാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർക്ക് എല്ലാം അതിനുള്ള ശക്തി ഉണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിന്റെ അത്യാധുനിക ശക്തികൾക്കുമില്ല. അപ്പോൾ അവർക്ക് കുറച്ച് എണ്ണമേ ഉള്ളൂ. നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിനെ സഹായിക്കാനും അതുപോലെ തന്നെ അവരുടെ അൾട്രാ മോഡേൺ വെപ്പൺസിനെ അതിജീവിക്കാൻ ഒരിക്കലും ഇറാൻ ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ പറയുന്നത് അവരുടെ ഡ്രോണുകൾ തന്നെയാണ്. ഏറ്റവും ശക്തമായ ഡ്രോണുകൾ ലോകത്തുള്ളത് ഇപ്പം ഇറാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ അപ്പുറം ഇരട്ടിയാണ് ഇവരുടെ ആധുനിക സംവിധാനങ്ങൾ. അടക്കമുള്ള യുദ്ധ സാമഗ്രികൾ അവർ പ്രധാനം ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 25 F-35 വിമാനങ്ങൾ ഒറ്റയടിക്ക് ഒരു വാങ്ങിയത്. F-35 എന്ന് പറയുന്നത് നമുക്ക് തന്നെ പണ്ട് ഈ പാകിസ്ഥാൻ F-15 കൊടുത്തപ്പോൾ തന്നെ നമ്മൾ കാര്യത്തിൽ നമുക്കൊരു അങ്കലാപ്പുണ്ടായിരുന്നു. നമ്മൾ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. അതിൻ്റെ എത്രയോ ഇരട്ടി മാരക ശേഷിയുള്ളതാണ് F-35. 25 വിമാനം എന്ന് പറയുമ്പോഴേ ചില്ലറ കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് അവർ ഇറാൻ ഭസ്മായി കളയും. അത്രയും വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം ഈ എയർബേസ് ആക്രമിച്ചിട്ട് ഈ വിമാനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടു. അത് അവരുടെ AI-യുടെയും അവരുടെ സൈബർ രംഗത്തെ വിജയമാണ്. അവരവരുടെ സിഗ്നലുകളെല്ലാം തെറ്റിച്ചു. അവർക്ക് കൃത്യമായി ഒന്നും ചെയ്യാൻ കഴിയാതായിപ്പോയി. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ലോകം ഇനി ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. മടുത്തു. നമ്മൾ കണ്ട് കുറേ ഒരു അവസ്ഥ കണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ ഇതിനു വേണ്ടി അഭിമാന പ്രശ്നത്തിന് വേണ്ടി നടത്തി ലോകം മൊത്തം ചുട്ടരിക്കുന്നതിൻ്റെ എനിക്ക് ഇപ്പോഴും ഇതിലൊരു വിഷമം എന്നുള്ള ഒരു കാര്യം ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്ത് സംഭവിച്ചതാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. ഐക്യരാഷ്ട്രസഭ ഇടപെടും. അവർ വളരെ കർശന നിലപാടെടുക്കുകയും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനൊക്കെ അവർ ഇടപെടും. പക്ഷേ ഇപ്പോൾ പിന്നെ അതിൻ്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പലപ്പോഴും പറയുന്നത് കേട്ടാൽ അതേ ഇസ്രായേലിൻ്റെ ശത്രുവാണെന്ന് തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആദ്യം തന്നെ അദ്ദേഹത്തിലെ വലിയ വിശ്വാസമുള്ള രീതിയിൽ അവരും പ്രതികരിച്ചത്. അപ്പോൾ അത്തരം ഈ സംഘടന ഈ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് ലോകത്ത് സമാധാനം വരുത്താനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് മറ്റു പ്രസക്തമായ കാര്യം. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ശക്തി ഈ ഒരു വിഷയത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നമ്മുടെ ബന്ദികളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്തതും നമ്മുടെ പ്രതിനിധികൾ അവരെ കാണാൻ സാധാരണ തട്ടിക്കൊണ്ടേ അങ്ങനെ ഒരിക്കലും നയതന്ത്ര പ്രതിനിധികൾ പിന്നെ കാണാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇതൊരു വലിയ നമ്മളൊരു ലോക ശക്തിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറി. മാത്രമല്ല ഇവിടെ ശക്തികൾ മാത്രമല്ല സൗഹൃദത്തിന്റെ ഒരു കണക്ക് കൂടെ പറയണം. കാരണം നമ്മൾ പറയാതിരിക്കാമല്ലോ, പലപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പം പ്രധാനമന്ത്രി എന്താണ് ഇവരുടെ ഫ്ലൈറ്റ് കയറി എപ്പോഴും ലോകരാജ്യങ്ങളിലൊക്കെ പോകുന്നത്. ഇതിലൊക്കെ നമ്മൾ യുദ്ധം വന്നാൽ നമുക്ക് ഇതിലൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എങ്ങനെയൊക്കെ രീതിയിൽ, കാരണം നമ്മളെപ്പോഴും പേടിപ്പിച്ച് മാത്രമല്ല നിർത്തേണ്ട, ചേർത്ത് പിടിച്ച് നമുക്ക് വേണം. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴേ രണ്ട് രാജ്യങ്ങളും പറഞ്ഞത് മധ്യസ്ഥ പറയാൻ പറ്റിയ ഒരേ രാജ്യം ഇന്ത്യയാണെന്നാണ്. രണ്ടുപേരും ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ പറഞ്ഞാൽ അവരെ വശം പിടിക്കാനാണെന്ന് പറയുന്നത്. രണ്ടുപേരും ആവശ്യപ്പെട്ടു ഇന്ത്യ വരട്ടെ. മാത്രമല്ല കുറച്ചോളം പുറത്തു വന്നൊരു വാർത്ത
ശരിക്കും പറഞ്ഞാൽ റഷ്യ നിവർത്തിയിട്ട് യുക്രൈൻ നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ പക്ഷേ അത് ഇന്ത്യയുടെ ഇടപെടലുകൊണ്ടാണ് അത് ആ തീരുമാനം മാറ്റി. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് വലിയ ലോകനാശത്തിന് വഴിവെക്കുക എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് അവിടെ ഒരു വലിയൊരു ഒരു പദവി നമ്മൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒരു വലിയ യുദ്ധമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും യുദ്ധം എപ്പോഴും അത് ദുരന്തം തന്നെയാണ് മനുഷ്യരാശിക്ക് ഉണ്ടാകുന്നത്. അതിൽ ഇറാനും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്ന് നിർത്തുക. കാരണം അവരെ ഈ ഒരു പരിധി കഴിഞ്ഞാൽ ഈ തീവ്രവാദ സംഘടന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പ്രോത്സാഹിപ്പിച്ചവരെ തന്നെ തിരിച്ച് ദുരിതമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ട് ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ഒരു യുദ്ധ കെടുതി ഒഴിവാകട്ടെ എന്ന്. നമസ്കാരം.